യൂശഅ ഇബ്നു നൂൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ കൂടെ തന്നെ ആ നാട്ടിൽ നന്മ ചെയ്ത ചില മനുഷ്യരെയും നശിപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ റബ്ബി ഹാ ഉലാ ഇല്ല ഷ്റാർ ഫമാ ബാലുൽ അഖിയാർ. അള്ളാഹുവെ, ഷർറ് ചെയ്യുന്ന തിന്മകൾ ചെയ്ത ആ ആളുകളെ നശിപ്പിച്ചത് അറിയാം, എന്നാൽ എന്തുകൊണ്ടാണ് ഖൈറിൽ നന്മയിൽ മത്സരിച്ചിരുന്ന നന്മകളിലുണ്ടായിരുന്ന ആ മനുഷ്യരെയും നശിപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന് ലഭിച്ച മറുപടി, ഇന്നഹും ലം യഗ്ളബു ലിഗളബി. എൻ്റെ കോപത്തിൻ്റെ വിഷയത്തിൽ അവർ കോപിച്ചിട്ടില്ല. അവർ നന്മകൾ ചെയ്തു, അവർ നമസ്കരിച്ചു, അവർ ഇബാദത്തുകൾ ചെയ്തു. ആ നാട്ടിൽ റബ്ബിന് കോപമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. ആ വിഷയത്തിൽ അവർ കോപിച്ചിട്ടില്ല, ആ വിഷയത്തിൽ അവർ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന് മറുപടിയായി ലഭിച്ചത്. മുൻഗാമികളിൽപ്പെട്ട ഒരു സമുദായം, ബഅസല്ലാഹു അസ്സ വജൽ മലക്കൈൻ ഇലാ ഖറിയ, ഒരു ഗ്രാമത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു 2 മലക്കുകളെ നിയോഗിച്ചു. ഫവജദു ഫീഹാ റജുലൻ ഖായിമൻ യുസല്ലി ഫീ മസ്ജിദ്. ആ 2 മലക്കുകൾ ആ ഖറിയത്തിനെ, ആ ഗ്രാമത്തെ ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ ഒരു വ്യക്തി പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഒരു മനുഷ്യൻ, അയാൾ ഇബാദത്തിലാണ്. ഫഖാല, ആ 2 മലക്കുകളും പറഞ്ഞു, യാ റബ്ബി, അല്ലാഹുവേ, ഇന്ന ഫീഹാ അബ്ദുക ഫുലാനൻ യുസല്ലി. നിന്റെ ഒരു അബ്ദ്, നിന്റെ ഒരു അടിമ ഇതാ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തു ചെയ്യണം? ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ വന്നതാണ്. എന്നാൽ അവിടെ ഇതാ ഒരു ആബിദായ, ഇബാദത്ത് ചെയ്യുന്ന, പള്ളിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. റബ്ബേ, എന്തു ചെയ്യണം? ഫഖാല അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മറുപടി, അവനെയും അവരുടെ കൂട്ടത്തിൽ നശിപ്പിക്കണം. ഫഇന്നഹു മാ തമഅറ വജ്ഹുഹു ഫീ യഖത്. എൻ്റെ വിഷയത്തിൽ അവൻ്റെ മുഖം ചുവന്നിട്ടില്ല. എനിക്ക് കോപമുള്ള, അള്ളാഹുവിന് എതിർപ്പുള്ള വിഷയങ്ങൾ ആ നാട്ടിൽ നടന്നപ്പോൾ, തിന്മകൾ ആ നാട്ടിൽ നടന്നപ്പോൾ, ആ വിഷയത്തിൽ അവരുടെ മുഖം ചുവന്നിട്ടില്ല. അതുകൊണ്ട് ശിക്ഷയിൽ അവരും പങ്കാളികളാണ് എന്നതാണ്. ഇവിടെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ തിന്മകൾ വ്യാപിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച്, ഇസ്ലാമിൻ്റെ രൂപം സ്വീകരിച്ച് തിന്മകളിൽ മതിമറക്കുമ്പോൾ അതിനെതിരെ പറയുക എന്നുള്ളത് ദീനാണ്. പുതിയ കാലഘട്ടത്തിൽ ദീനു പറഞ്ഞാൽ ആക്ഷേപങ്ങളാണ്. അവരൊറ്റപ്പെടും, അവരെ വളഞ്ഞിട്ട് ആക്രമിക്കും. ഈ ആക്ഷേപത്തിനും ഈ പരിഹാസത്തിനും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ തിന്മകൾ കാണുമ്പോൾ, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ തിന്മകളിലേക്ക് മാറിപ്പോകുമ്പോൾ, അതെന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ആക്ഷേപങ്ങളെ പേടിച്ച്, പരിഹാസങ്ങളെ പേടിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. ദീനു പറയാനുള്ളതാണ്. സൃഷ്ടിച്ചത് റബ്ബാണെങ്കിൽ ആ റബ്ബിനെ മാത്രം പേടിക്കുക. സൃഷ്ടികളുടെ പരിഹാസങ്ങളെ, സൃഷ്ടികളുടെ ആക്ഷേപങ്ങളെ, അതിനി ഏത് പുതിയ കാലഘട്ടത്തിൽ ഏത് രൂപത്തിലും ഏത് കോലത്തിലും വന്നു കഴിഞ്ഞാലും ആ ആക്ഷേപങ്ങളിലും ആ പരിഹാസങ്ങളിലും അതിൽ അവരനുഭവിക്കുന്ന വേദനകൾക്കും പുണ്യമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ തിന്മകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അഖലതു ഇലാ ഖസ്അതിഹാ. ഈ ഉമ്മത്തിനൊരു കാലം കടന്നു വരും, വിശക്കുന്നവർ ഭക്ഷണപാത്രത്തിലേക്ക് പരസ്പരം വിളിച്ചുകൂട്ടുന്നത് പോലെ ആളുകൾ ജനങ്ങളെ, ഈ ഉമ്മത്തിനെ അതിനെതിരെ ഇങ്ങനെ വിളിച്ചുകൂട്ടിക്കൊണ്ടേയിരിക്കും. മുസ്ലിം സമുദായത്തിനെതിരെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, ഇസ്ലാമിനെതിരെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ശത്രുക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാലഘട്ടം കടന്നുവരും. സ്വഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ. അള്ളാഹുവിൻ്റെ റസൂലെ, എണ്ണത്തിൽ കുറവായിരിക്കുമോ? മുസ്ലിമീങ്ങൾ തുലോം തുച്ഛമായിരിക്കുമോ ആ കാലഘട്ടത്തിൽ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ബൽ അൻതും യൗമഇദിൻ കസീർ. ധാരാളമുണ്ട്, എണ്ണത്തിൽ ഒരുപാടുണ്ട്. ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചവർ, ഇസ്ലാമിൻ്റെ രൂപം സ്വീകരിച്ചവർ, ഇസ്ലാമിൻ്റെ പേരുള്ളവർ
ഒരുപാടുണ്ടവർ. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ. പക്ഷേ ഒഴുക്ക് വെള്ളത്തിലെ ചവറുകളെപ്പോലെ, നുരകളെപ്പോലെ, മാലിന്യങ്ങളെപ്പോലെയായിരിക്കും അന്നത്തെ മുസ്ലിം സമുദായം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കുചാലിലെ ചവറുകളെപ്പോലെ, നുരകളെപ്പോലെ, ഒന്നും പഠിക്കാത്ത, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് കാണാത്ത, ഇസ്ലാമിൻ്റെ ആദർശത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളില്ലാത്ത ചപ്പു ചവറുകളായ ആളുകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ വന്നാലോ ശത്രുക്കളുടെ ഹൃദയത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള, നിങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം എടുത്തു കളയും. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെ പരിഹസിക്കുകയാണ്. മുസ്ലിം പെണ്ണിൻ്റെ തുള്ളിച്ചാട്ടം കണ്ട് മറ്റു മതക്കാർ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയാണ്, മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുകയാണ്. കണ്ടോ, നിങ്ങളുടെ ദീൻ തകർന്നു, നിങ്ങളുടെ ഇസ്ലാം തകർന്നു. ഈ വേഷം പൊട്ടിച്ചുകൊണ്ടിതാ മുസ്ലിം പെൺകുട്ടികൾ പുറത്തേക്ക് ചാടിയിരിക്കുന്നു. ഇസ്ലാം പരിഹസിക്കപ്പെടും. ഇസ്ലാമിനെ കുറിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ആ ബഹുമാനം എടുത്തു കളയപ്പെടും. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ വഹന് അള്ളാഹു നൽകും. സ്വഹാബത്ത് ചോദിച്ചു, വമൽ വഹൻ, എന്താണ് വഹൻ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള ഇഷ്ടം. ദുനിയാവിനെങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും, ആഖിറം മറക്കും. അവർക്ക് വലുത് ദുനിയാവിൻ്റെ ഇഷ്ടങ്ങളായിരിക്കും, ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ അവർ പേടിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടെ കാണേണ്ടത് അങ്ങനെ ഒരു ചപ്പുചവറുകളായി, നുരകളായി, ആദർശം പഠിക്കാത്ത, ഇൽമില്ലാത്ത, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്താണെന്നറിയാത്ത ഒരു രൂപത്തിലേക്കും കോലത്തിലേക്കും നമ്മുടെ സമുദായം മാറുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കണം. എല്ലാ ആഘോഷങ്ങളിലും നമ്മളാണുള്ളത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്, ഓണത്തിൻ്റെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിന് സഹകരിക്കാൻ പാടുണ്ടോ ഇല്ലേ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നവരാണ്. 5 നേരം മുസ്ലിം നമസ്കരിക്കും. അത് നിർബന്ധ നമസ്കാരമാണ്. അതിനു പുറമെ സുന്നത്ത് നമസ്കാരമുണ്ട്, റവാത്തിബുണ്ട്, രാത്രി നമസ്കാരങ്ങളുണ്ട്, വുദൂ ചെയ്ത നമസ്കാരമുണ്ട്. ശരി, നമസ്കരിക്കാൻ പാടില്ലാത്ത 3 സമയങ്ങളുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന അൻ നുസല്ലിയ ഫീഹിന്ന ഔ നഖ്ബുറ ഫീഹിന്ന മൗതാനാ. 3 സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ഉദിച്ചുയരുന്ന സമയം, സൂര്യൻ അതിൻ്റെ മധ്യത്തിലെത്തി നിൽക്കുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ആ സമയത്ത് ഖബറടക്കുന്നതും പാടില്ല. എന്തേ കാരണം? ഇബാദത്താണ്, നിസ്കാരമാണ്. ആ നമസ്കാരം ഈ 3 സമയത്ത് പാടില്ല. എന്താണ് ഇതിൻ്റെ കാരണം? അത് മജൂസികൾ അവരുടെ ഇബാദത്ത് ചെയ്യുന്ന സമയമാണ്. മജൂസികളായ, മറ്റു മതക്കാരായ, അഗ്നിയാരാധകരായ ആളുകൾ അവർ സുജൂദ് ചെയ്യുന്ന സമയത്ത് മുസ്ലിമിന് നിസ്കാരമില്ല. മുസ്ലിം നമസ്കരിക്കുന്നത് അല്ലാഹുവിനാണ്, മുസ്ലിം സുജൂദ് ചെയ്യുന്നത് അല്ലാഹുവിനാണ്. പക്ഷെ ആ സുജൂദും ആ നമസ്കാരവും മജൂസികളുടെ ഇബാദത്തിന്റെ സമയത്ത് മുസ്ലിമിനു പാടില്ല. എന്തേ കാരണം? മറ്റു മതക്കാരുടെ ആരാധനകളുമായി ഒരു സാദൃശ്യപ്പെടുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെടുക എന്നുള്ളത് മതപരമായി നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. ആ സമയത്ത് നിസ്കരിച്ചാൽ ശിർക്കിലേക്ക് എത്താൻ സാധ്യത വിദൂരമാണ്. ബഹുദൈവാരാധനയിലേക്ക് എത്താൻ വിദൂരമായ സാധ്യതയാണ്. ആ വിദൂരമായ സാധ്യതയുള്ള കാര്യം പോലും ഇസ്ലാം വിരോധിച്ചു. ബഹുദൈവാരാധനയിലേക്ക് എത്തുന്ന, അല്ലാഹുവല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളിലേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിക്കുന്ന എന്തെങ്കിലും ഇബാദത്താകട്ടെ, എന്തെങ്കിലും ആഘോഷങ്ങളാകട്ടെ, അതിലേക്കെത്തുന്ന എല്ലാ വഴികളും ഇസ്ലാം ഗൗരവത്തോടുകൂടെ തടഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐതിഹ്യം? പലതും ചരിത്ര പണ്ഡിതന്മാർ പലതും പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ട് മനസ്സിലാക്കി വന്നിട്ടുള്ള അതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം,
അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തന്നെ മഹാബലിയുടെ തിരിച്ചുവരവാണ്. ആരാണ് മഹാബലി? നീതിമാനും ദാനശീലനുമായ അസുര രാജാവ്. അതാണ് അവരുടെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ പ്രശസ്തി വർദ്ധിച്ചു. ആ പ്രശസ്തി ദേവന്മാർക്കിടയിൽ പേടിയുണ്ടാക്കി. അവർ ഭയന്നു. അങ്ങനെ വിഷ്ണുവിനോട് അവർ സഹായം തേടി. വിഷ്ണു വാമനന്റെ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. 3 അടി മണ്ണ് ചോദിച്ചു. നൽകാമെന്ന് നീതിമാനായ ആ ഭരണാധികാരി പറഞ്ഞു. 1-ാമത്തെയും 2-ാമത്തെയും ആ അടിയിൽ തന്നെ ആകാശവും ഭൂമിയും കഴിഞ്ഞു എന്നാണ്. 3-ാമത്തത് എവിടെ? അപ്പോഴാണ് തല നീട്ടിക്കൊടുത്തത്, തല സമർപ്പിച്ചത്. അങ്ങനെ പാതാളത്തിലേക്ക് മാവേലിയെ അയച്ചു എന്നതാണ് അവരുടെ ഐതിഹ്യം, അവരുടെ വിശ്വാസം. മാത്രമല്ല, വർഷത്തിലൊരിക്കൽ നാടും പ്രജകളെയും കാണാൻ വിഷ്ണു അനുവാദം നൽകി. അത് കാണാനാണ് നാട്ടിലേക്ക് വരുന്നതും ആ വരവാണ് ഓണമായിക്കൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവർ ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനെതിരാണ്. അവൻ്റെ യുക്തിക്കും അവൻ്റെ വിശ്വാസത്തിനും എതിരാണിത്. മാത്രവുമല്ല, ഇനി അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ. അവർക്ക് അവരുടെ വിശ്വാസം സ്വീകരിക്കാം, അതിനാക്ഷേപിക്കേണ്ടതില്ല. അവരുടെ ദൈവങ്ങളെ തെറി പറയേണ്ടതില്ല. ഈ നാട്ടിൽ ഓരോ മനുഷ്യർക്കും അവരവരുടെ വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിമിന് മുസ്ലിമിൻ്റെ വിശ്വാസമുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂക്കളം അത് മഹാബലിയെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ്. തൃക്കാക്കരയപ്പൻ വിഷ്ണുവിൻ്റെ വാമന അവതാരത്തെ അതിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് അവരാ രൂപം നിർമ്മിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ വാമനമൂർത്തി ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. അവർ ധരിക്കുന്ന ഓണക്കോടി, ആ വസ്ത്രം എന്നുള്ളത് മാവേലിയുടെ കാലത്തെ സമൃദ്ധിയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ സദ്യയിലെ ഉപ്പ് മുതൽ അതിൻ്റെ ഇല വരെ വിശ്വാസപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആദ്യം ഉപ്പിടണം. ആ ഇല ഇടുമ്പോൾ അതിൻ്റെ ദിക്കുണ്ട്, അതിൻ്റെ ദിശയുണ്ട്, ഇല മടക്കുന്ന രീതിയുണ്ട്. ഇതിലെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ശരി, അത് ഹൈന്ദവർക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തെ പരിഹസിക്കേണ്ട, കളിയാക്കേണ്ട, അതിനെ തെറി പറയേണ്ട ഒരു സാഹചര്യം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസവുമായി രാജിയാവുക എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. നബിദിനം ആഘോഷിച്ചല്ലോ. എന്തേ മുസ്ലിമീങ്ങളിൽ ഒരു വലിയ വിഭാഗം നബിദിനത്തിൻ്റെ ഭക്ഷണം കഴിക്കാതിരുന്നത്? അത് മതപരമായി അതിനോട് വിയോജിപ്പുണ്ട് എന്നതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ എത്ര എളുപ്പമാണ്. ഇവിടെയുള്ള ഹൈന്ദവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ കാര്യങ്ങൾ കൃത്യമാണ്. നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമാണ് ഇപ്പോൾ നടന്നത്. അതിൻ്റെ ഭാഗമായി ഭക്ഷണ വിതരണം നടന്നു. പല കവലകളിലും 10-20 ചെമ്പ് ബിരിയാണികൾ വെച്ച് പാവങ്ങളുടെ വീടുകളിലേക്കും മറ്റും കൊണ്ടുപോയി വിതരണം നടത്തി. അതിൽ നിന്ന് ഒരു ഉരുള പോലും മുസ്ലിമീങ്ങളിൽ പലരും കഴിച്ചിട്ടില്ല. എന്തേ കാരണം? അത് ദീൻ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മുസ്ലിമിനൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ്റെ വിശ്വാസത്തിന് എതിരാണെങ്കിൽ, അവൻ്റെ ദീനിന് അത് എതിരാണെങ്കിൽ അതിൽ നിന്നു മാറി നിൽക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അവിടെ ഒരു വർഗീയത കാണേണ്ടതില്ല. മരണാനന്തരവുമായി ബന്ധപ്പെട്ട് 3, 7, 40 ആണ്ടും അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ മുസ്ലിമീങ്ങൾ നടത്തുന്നു. അവിടെ ആ ഭക്ഷണം കഴിക്കാത്ത എത്രയോ ആളുകളില്ലേ? എന്തുകൊണ്ട്? അത് മതപരമായി പാടില്ല എന്നതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പരസ്പരം നന്മക്ക് തടസ്സമല്ല. പരസ്പരം നന്മകൾ ചെയ്യണം, പരസ്പരം സഹകരിക്കണം, പരസ്പരം അത്തരം മാനുഷികമായ എല്ലാ ബന്ധങ്ങളും ചേർത്തു വെച്ചുകൊണ്ട് തന്നെ ആദർശത്തിൻ്റെ വിഷയത്തിൽ
വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ അവിടെ കണിശത കാണിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. കാരണം ഇസ്ലാമിൽ അവതാരങ്ങളില്ല. ഇസ്ലാമിൽ മനുഷ്യൻ ദൈവമായി വരലില്ല, ദൈവം മനുഷ്യനായി വരലില്ല, ദൈവത്തിന് വ്യത്യസ്തങ്ങളായ ആ രൂപത്തിലുള്ള രൂപങ്ങളില്ല. നിന്റെ റബ്ബിനെ ഒന്ന് പരിചയപ്പെടുത്തു മുഹമ്മദേ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹു അറിയിച്ചു കൊടുത്തു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനാണ്, കോടിക്കണക്കിന് ദൈവങ്ങളില്ല, പങ്കാളികളില്ല, ദൈവത്തിന് സന്താനങ്ങളില്ല, ആരുടെയും സന്താനമല്ല, ആരെയും ആശ്രയിക്കുന്നവനല്ല, അവന് തുല്യനായി ആരും തന്നെയില്ല. ഈ അദ്വൈതവും ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങളും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൗഹീദിനും അവന്റെ വിശ്വാസത്തിനും എതിരാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഭക്ഷണം കടിക്കാതിരിക്കുമ്പോൾ അതെങ്ങനെയാണ് വർഗീയതയാവുക? നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മകൾ ഉണ്ടായിരിക്കും. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കൂട്ടുകാരുടെ കൂടെ ഇരുന്നു കൊണ്ടാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുക. കൂടെ ഹൈന്ദവരായ കൂട്ടുകാരുണ്ടായിരിക്കും. അവന്റെ ഭക്ഷണം നമ്മൾ കഴിക്കും, നമ്മുടെ ഭക്ഷണം അവര് കഴിക്കും. എന്നാൽ മാല ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും, ഇനി മാംസം ഞങ്ങൾക്ക് വേണ്ട, ഇനി മാംസം വേണ്ട. ഏതെങ്കിലും ഒരു മുസ്ലിം പറയാറുണ്ടോ? നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ മാലയിട്ട സമയത്ത് ഇനി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് വർഗീയതയാണ്, ഇത് തീവ്രതയാണ്. മറ്റൊരു സമുദായക്കാരൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാരും പറയാറില്ലല്ലോ. അവൻ്റെ വിശ്വാസത്തെ മാനിക്കുന്നു, അതവൻ്റെ വിശ്വാസമാണ്. അവന് മാലയിട്ട് കഴിഞ്ഞാൽ അവന് മാംസം കഴിക്കാൻ പാടില്ല, അത് അവരുടെ വിശ്വാസമാണ്. അത് കടിച്ചേ തീരൂ എന്ന് പറയേണ്ടതുണ്ടോ? ഇവിടെ എല്ലാ മതങ്ങളെയും എടുത്തു നോക്കൂ, ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടേതായ വിശ്വാസങ്ങളില്ലേ? ഹൈന്ദവരിൽ ഗോമാംസം കഴിക്കാത്ത ആളുകളുണ്ട്, അവരതിനെ മാതാവായി കാണുന്നു. അത് കഴിക്കണം എന്ന് ആരെങ്കിലും വാശി പിടിക്കാറുണ്ടോ? വലിയ പെരുന്നാളിന് മുസ്ലിമീങ്ങൾ ഉളുഹിയ്യത്ത് ഇറക്കും. ആരെങ്കിലും ആ മാംസം ഇത് നീ കഴിച്ചേ പാടുള്ളൂ, ഞങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമാണ് എന്ന് പറയാറുണ്ടോ? ഇനി അതുപോട്ടെ, മുസ്ലിമീങ്ങളുടെ ആഘോഷവുമായി ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് അവരാരെങ്കിലും ഉളുഹിയ്യത്തിൽ പങ്കുചേരാറുണ്ടോ? നമ്മളെല്ലാത്തിലും അങ്ങോട്ട് പങ്കുചേർന്ന് നമ്മൾ സമൂഹത്തിൽ അങ്ങനെ ഇടകിച്ചേർന്ന് നമ്മളാണ് ഇന്ന് മുൻപന്തിയിൽ. ആഘോഷങ്ങൾക്ക് നമ്മളാണ് മുന്നിൽ നിൽക്കുന്നത്. ഹൈന്ദവരായ ആളുകളിൽ വെളുത്തുള്ളി കഴിക്കാത്തവരുണ്ട്, അവരുടെ മതപരമായ വിശ്വാസമാണത്. ചില ആളുകൾ അതിനാരെങ്കിലും പരിഹസിക്കുന്നുണ്ടോ? അതാരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ക്രൈസ്തവർക്ക് വ്രതമുണ്ട്, ആ സമയത്ത് മാംസവും പാലും അവർ കഴിക്കാറില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു മതക്കാർ, ഏതു മതങ്ങളെ എടുത്തു കഴിഞ്ഞാലും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അവർക്കുണ്ട്. ബുദ്ധന്മാർ 5ഓളം കിഴങ്ങുവർഗ്ഗങ്ങൾ അവർ കഴിക്കാറില്ല. ഇതൊക്കെ എല്ലാവരും അംഗീകരിച്ചു വരുന്ന കാര്യങ്ങളാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏകദൈവ ആരാധനയ്ക്ക് എതിരാകുന്ന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഭക്ഷണം അത് മുസ്ലിമിന് കഴിക്കാൻ പാടില്ല. അതവൻ്റെ അടിസ്ഥാനമാണ്. അത് നമ്മളിങ്ങനെ പറയാതെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരംഗീകരിക്കും, അത് ഉൾക്കൊള്ളും. ഇത് പറയാൻ എന്താണ് തടസ്സം? ഞാനിതാ ഏകനായ റബ്ബിനെ ആരാധിക്കുന്നവനാണ്, ആ റബ്ബിന് പങ്കാളികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതിന് അവതാരങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന അത്തരമൊരു ആരാധനയുമായി എനിക്ക് സഹകരിക്കാൻ കഴിയില്ല. ബാക്കി നിങ്ങളുടെ ഏതു കാര്യങ്ങളിലും, സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ, മാനുഷികമായ എല്ലാ ബന്ധങ്ങളിലും നമ്മളുണ്ടാകും, നമ്മൾ ഒന്നിച്ചിറങ്ങും എന്ന് പറയുമ്പോൾ എവിടെയാണ് അവിടെ വർഗീയത വരുന്നത്? അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പോകണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇനി മുസ്ലിം സമുദായത്തിൽ അത് കഴിക്കുന്നവരില്ലേ? മുസ്ലിം നേതാക്കന്മാര് കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് ദീനാണ്, ഇത് ദീനാണ്.
നേതാക്കന്മാരെ നോക്കിയിട്ടല്ല ദീന് സ്വീകരിക്കാൻ പറഞ്ഞത്, ഭൂരിപക്ഷത്തെ നോക്കിയിട്ടല്ല ദീന് സ്വീകരിക്കാൻ പറഞ്ഞത്. ഏത് കാലഘട്ടത്തിലും ഹക്ക് പറഞ്ഞവർ, ഞാൻ പറഞ്ഞല്ലോ നൂഹ് നബിയുടെ കാലഘട്ടം മുതൽ ആക്ഷേപങ്ങളാണ്, പരിഹാസങ്ങളാണ്. ഇത് തുടരുക തന്നെ ചെയ്യും. നമ്മുടെ സമൂഹത്തെ പേടിച്ച് ആദർശ രംഗത്ത് ഒരു ഇളവ് വരുത്തുക എന്നത് ശരിയായ രീതിയല്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് പലപ്പോഴും ഇത്തരം ആഘോഷങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം ആൺകുട്ടികളും നിറഞ്ഞു നിൽക്കുന്ന വേദന നിറഞ്ഞ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ തുള്ളിച്ചാടും, ഞങ്ങൾ കോലം കെട്ടും. അതുകൊണ്ട് പോകുന്ന സ്വർഗമാണെങ്കിൽ ആ സ്വർഗം അങ്ങോട്ട് പോകട്ടെ. ഈ ഒരു നൃത്തം കൊണ്ട് പോകുന്ന സ്വർഗമാണെങ്കിൽ ആ സ്വർഗം വേണ്ടതില്ല എന്നതൊക്കെയാണ് പലപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു ധാരണ നമുക്കിഷ്ടമുള്ളതൊക്കെ അള്ളാഹു പറയണമെന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, അത് അള്ളാഹു പറയണം, അത് ദീനാകണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിടത്തേക്ക് നമ്മൾ വരലാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്തേക്ക് നമ്മൾ എത്തലാണ്. അത് നമുക്കൊപ്പിച്ച് ഇസ്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്യലല്ല. ചില ആളുകൾ വന്നിട്ട് പറയും, ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, തട്ടം മാത്രം പറ്റൂല. എന്തിനാ നിസ്കരിക്കുന്നത്? അള്ളാഹു പറഞ്ഞതുകൊണ്ട്. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തിനാ ഖുർആൻ ഓതുന്നത്? അള്ളാഹു പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഈ തട്ടം ധരിക്കാൻ പറഞ്ഞതാരാ? ഹിജാബ് ധരിക്കാൻ പറഞ്ഞതാരാ? അത് വേറെ ആരെങ്കിലാണോ? മുസ്ലിം പെണ്ണിനോട് ഹിജാബ് സ്വീകരിക്കണമെന്ന് പറഞ്ഞത്, നിസ്കരിക്കാൻ പറഞ്ഞതും ഖുർആൻ ഓതാൻ പറഞ്ഞതും പടച്ചോൻ. ഹിജാബ് ധരിക്കാൻ പറഞ്ഞതും സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞതും അത് വേറെ ആരെങ്കിലും ആണോ? അത് ഏതെങ്കിലും പണ്ഡിതന്മാര് കൂടിയാലോചിച്ച് അവരുടെ ഗവേഷണമാണോ? ഇന്നത്തെ ഏതെങ്കിലും മുസ്ലിം നേതാക്കന്മാര് അവരിങ്ങനെ ചർച്ച നടത്തി അവര് ഫത്വ ഉറപ്പിടിച്ചതാണോ? അല്ലല്ലോ. ഇതൊക്കെ ഒരേ വഹ്യാണ്. അള്ളാന്റെ ദീനിൽ നമുക്ക് സൗകര്യമുള്ളത് എടുക്കുക, സൗകര്യമില്ലാത്തത് മാറ്റിവെക്കുക. ആ രീതി ശരിയല്ല. തലമറക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവാണ്, ഹിജാബ് സ്വീകരിക്കാൻ കൽപ്പിച്ചത് റബ്ബാണ്. അതിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കൂ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഷെയ്ത്താന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റരുത്, ഷെയ്ത്താന്റെ പിറകെ പോകരുത്. അവൻ കൂടെ ഉണ്ടാകും. ഖുർആൻ ഓതുന്ന നിസ്കരിക്കുന്ന ആളുടെ പിറകെ തന്നെയാണ് വരിക. അത് ചെയ്തോ ഇത് ചെയ്തോ, തോന്നിയ രൂപത്തിൽ ചെയ്തോ എന്ന് പറയുന്ന ആ തോന്നിവാസത്തിന്റെ പേരല്ല ഇസ്ലാം. തോന്നിയ രൂപത്തിൽ ചെയ്യുന്നത് ലിബറലിസമാണ്, അത് ഇസ്ലാം അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ അത് അംഗീകരിക്കലും അത് അനുസരിക്കലുമാണ് ഇസ്ലാം. ചില ആളുകളുടെ സ്വപ്നം മുസ്ലിം പെണ്ണിന്റെ തട്ടമടിക്കുക. അങ്ങനെ തട്ടം വെച്ച് തുള്ളിച്ചാടുന്ന, തട്ടമടിക്കുന്ന മുസ്ലിം പെൺകുട്ടി, ഇതാണ് പുരോഗമനം. അത് കിനാവ് കണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ. ആയിരക്കണക്കിന് ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ, ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ താരരാജാക്കന്മാരായി, നായികമാരായി തിളങ്ങി നിന്നിരുന്ന പലരും ഇസ്ലാമിൻ്റെ ഹിജാബിലേക്ക് വരുന്നു, ഇസ്ലാമിൻ്റെ വേഷം സ്വീകരിക്കുന്നു. യൂറോപ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അവിടെയുള്ള സഹോദരിമാർ ഹിജാബിനെ സ്നേഹിക്കുന്നു, ഹിജാബിലേക്ക് കടന്നു വരുന്നു. ഹിജാബ് ഒരു സംസ്കാരമാണ്, ഹിജാബ് സുരക്ഷിതത്വമാണ്. തലയിലൊരു തട്ടമിട്ടാൽ ഹിജാബ് ആവൂല എന്ന് പലരും കരുതിയത് അങ്ങനെയാണ്. ഹിജാബ് ഇട്ട സ്ത്രീ തുള്ളിച്ചാടുന്നു, തലയിലെ ഒരു തുണി ഹിജാബ് ആകൂല. ഹിജാബ് എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്. ആ ഹിജാബ് സംരക്ഷണത്തിനാണ്.
അൻ യുഅറഫ്ന ഫലാ യുഅദൈൻ, തിരിച്ചറിയാനാണ്. ഹിജാബ് മുസ്ലിം പെണ്ണിനെ തിരിച്ചറിയാനാണ്. മാന്യതയുള്ളവളാണ് എന്ന് തിരിച്ചറിയാൻ, ഹയാ ഉള്ളവളാണ്, ലജ്ജയുള്ളവളാണ് എന്ന് തിരിച്ചറിയാൻ, സംസ്കാരമുള്ളവളാണ് എന്ന് തിരിച്ചറിയാൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, കാമക്കണ്ണുകൾക്ക് കൊത്തിവലിക്കാതിരിക്കാൻ, അവളുടെ സൗന്ദര്യത്തെ കാർന്നു തിന്നാതിരിക്കാൻ, അന്യന്റെ കണ്ണുകളെ തൊട്ട് സുരക്ഷിതത്വമാണ് ഇസ്ലാമിലെ ഹിജാബ്. ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ, ആ തുണി ധരിച്ചുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട്, എന്തിനാണോ ഇസ്ലാം ഹിജാബ് പഠിപ്പിച്ചത് അതിന് വിപരീതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഹിജാബ് ധരിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നു, ഹിജാബ് ധരിച്ചിട്ട് മുഖത്ത് പുട്ടിയിട്ട് നടക്കുന്നു, തലയിലൊരു തുണിയിട്ട് മുടി കാണിച്ച് നടക്കുന്നു, തട്ടമിട്ട് കഴുത്ത് കാണിച്ച് നടക്കുന്നു. എന്തിനാ ഹിജാബ്? ഒരാള് ഹെൽമെറ്റ് ധരിച്ചിട്ട് ബ്രേക്കില്ലാത്ത ഒരു ബൈക്ക് ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഹെൽമെറ്റ് എന്തിനാ? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവന് ഒരു ബ്രേക്കില്ലാത്തൊരു ബൈക്ക് എടുത്ത് പോവാൻ, എന്താ അവനെ പറ്റി പറയാ? തലയിലൊരു തട്ടമിട്ടാൽ എല്ലാം തീർന്നോ? പിന്നെ എല്ലാ സൗന്ദര്യ വസ്തുക്കളും മുഖത്ത് വാരിപ്പൊത്താൻ കഴിയോ? ലിപ്സ്റ്റിക് ഇടാൻ കഴിയോ? ഹിജാബ് എന്തിനാണ്? ഹിജാബ് മുസ്ലിം പെണ്ണിന്റെ സംസ്കാരമാണ്. ഹിജാബ് മുസ്ലിം പെണ്ണിന്റെ സുരക്ഷിതത്വമാണ്. ഹിജാബ് മുസ്ലിം പെണ്ണിന്റെ അവളുടെ ദീൻ, ഞാനൊരു ദീനുള്ളവളാണ്, നിങ്ങൾ കരുതുന്ന തോന്നിവാസങ്ങൾക്ക് എന്നെ കിട്ടില്ല, ഒരു പ്രദർശനത്തിന് ഞാനില്ല എന്നതാണ് ഹിജാബ്. ഇന്ന് അവിടെ നിന്ന് മാറി ഹിജാബ് വെച്ചുകൊണ്ട് സൗന്ദര്യ പ്രകടനം, ഈ കോലത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഷെയർ കിട്ടും, കൂടുതൽ ലൈക്ക് കിട്ടും, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഹിജാബ് ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറക്കുകയല്ല. ഹിജാബ് ധരിക്കുന്നതിലൂടെ മുസ്ലിം പെണ്ണിന്റെ സൗന്ദര്യം ഇല്ലാതാവുകയല്ല. അർഹതയില്ലാത്ത കണ്ണുകൾക്ക് സൗന്ദര്യത്തെ തടയാനാണ് ഹിജാബ്. അർഹതയില്ലാത്ത കണ്ണുകളുണ്ട്, കാണാൻ പാടില്ലാത്ത കണ്ണുകളുണ്ട്, ആ കണ്ണുകളെ തടയാനാണ് ഹിജാബ്, അല്ലാതെ പെണ്ണിന്റെ സൗന്ദര്യം ഇല്ലാതാക്കാനല്ല. അദ്ദഹബു ലാ യൂദഉ അല ത്വരീഖ്, സ്വർണ്ണ ആരും വഴിയിൽ കൊണ്ടുപോയി ഇടൂല. ബൽ യഹ്ഫളു ഫിൽ ഖസായിൻ, അത് സൂക്ഷിച്ചു വെക്കും. മുസ്ലിം പെണ്ണ് വിലയുള്ളവളാണ്, അത് വഴിയോരത്തിടേണ്ടതല്ല, വഴിയോരത്തുള്ളവർക്ക് കുത്തിവലിക്കാനുള്ളതല്ല, ആർക്കും കണ്ടാസ്വദിക്കാനുള്ളതല്ല, അത് സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്. അത് അവകാശികൾക്ക് അവർക്ക് ആസ്വദിക്കാനും, അന്യന്റെ മുന്നിൽ, തടയപ്പെടേണ്ട കണ്ണുകൾക്ക് മുന്നിൽ തടയപ്പെടാനുമുള്ളതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് അവരുടെ ഒരു വസിയത്തുണ്ട്, ഞാൻ മരിച്ചാൽ രാത്രി എന്നെ മറവ് ചെയ്യണം. എന്തേ രാത്രി? അന്ന് മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ ഒരു മൂടി വെക്കുന്ന രൂപമില്ല. അപ്പം ആ തുണി പൊതിഞ്ഞ ആ തുണി മയ്യത്ത് കട്ടിലിൽ ഇങ്ങനെ വെച്ചു കൊണ്ടുപോകുമ്പോൾ, ആടി ഉലയുമ്പോൾ തുണി ഒന്ന് ടൈറ്റായാൽ ശരീരത്തിൻ്റെ ആകൃതി പ്രകടമാകും. മരണപ്പെടുന്ന സമയത്തു പോലും, മരിച്ച് തുണിയിൽ പൊതിഞ്ഞു വെക്കുന്ന, എൻ്റെ ശരീരം തണുത്തുറച്ച് ജീവനറ്റ് കിടക്കുന്ന സമയത്തു പോലും ഒരു അന്യൻ്റെ കണ്ണുകൾ എൻ്റെ ശരീരത്തിന് വില പറയരുത്, എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ കൊത്തിവലിക്കരുത്, എൻ്റെ ആകൃതിയോ എൻ്റെ രൂപമോ അറിയരുത് എന്ന ഈമാനികമായ ആവേശം എവിടെ? തുള്ളിച്ചാടുന്ന പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ സമുദായത്തിൻ്റെ ദീനെവിടെ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. മക്കൾക്ക് കൈമാറണം, മക്കളിലേക്ക് ഈ ആദർശത്തെ എത്തിക്കണം.